അപ്പോൾ ഓക്കെ, സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും പ്രത്യേകം നന്ദി. ബിഗ് ബോസ് പറഞ്ഞ ഷോയാണ്, അത് അവസാനിച്ച്. അല്ല, ഷോ അവസാനിച്ചില്ല, നമ്മുടെ ഗെയിം അവസാനിച്ചു. അത്രേ ഉള്ളൂ. സങ്കടം ഉണ്ടോ? എത്ര പെട്ടെന്ന് ഔട്ട്? സങ്കടോ? ഇതൊരു ഷോയല്ലേ? എനിക്ക് സങ്കടമുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക്സ് മാഡം. താങ്ക് യു സോ മച്ച് എല്ലാവരും. വിവാദങ്ങൾക്ക് എന്നാ ഇനി മറുപടി കൊടുക്കുന്നു? വിവാദമൊക്കെ ഉണ്ടോ? ഉണ്ട്. മറുപടി ഉടൻ പ്രതീക്ഷിക്കാമോ? നോക്കാം. ഓക്കെ, താങ്ക് യു. കുറച്ച് സമയം തരും. ഫാൻസാരോടൊന്ന് പറയാനുള്ളൂ അവസാനമായിട്ട്? അയ്യോ, ഫാൻസ് അല്ല, എന്നെ സപ്പോർട്ട് ചെയ്തതിനെ സ്നേഹിച്ച എല്ലാവരോടും എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ. എനിക്ക് അറിയത്തില്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ കഥകളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു മേഖലയിൽ എത്തിപ്പെടുമെന്ന് പോലും ആഗ്രഹിച്ചിട്ടുള്ളൂ, പ്രതീക്ഷിക്കാത്ത ഒരാളാണ്. എന്നെ ഇതുവരെ എത്തിച്ച എൻ്റെ പ്രേക്ഷകരാണ്. അവരോട് നന്ദി മാത്രമേ ഉള്ളൂ, നന്ദി സ്നേഹവും മാത്രം. ബാക്കി വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം. അപ്സരനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എവിക്ഷൻ നമ്മള് പുറത്തുനിന്ന് നിൽക്കുമ്പോൾ അറിയാം അപ്സരയ്ക്ക് വോട്ട് കുറവാണെന്നല്ല, പക്ഷേ ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. അതിന്റെ സങ്കടം എന്തായാലും എല്ലാവർക്കും ഉണ്ട്. കാരണം അതിനകത്ത് നിൽക്കുമ്പോൾ ഇപ്പോൾ എനിക്കാണെങ്കിലും അപ്സരയ്ക്കാണെങ്കിലും അറിയാം, അതായത് അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്ന കണ്ടസ്റ്റൻസ് ആയിരിക്കാണെന്ന് ഹൗസിലുള്ളവർക്കൊരു ബോധമുണ്ട്. പക്ഷെ പുറത്ത് ഇപ്പോൾ എന്താ പറയാ, പുറത്തത്തെ കളി വേറെ, അകത്തത്തെ കളി വേറെ. അതുകൊണ്ട് അതിലൊന്നും പറയാം. അല്ല, അപ്സര ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അപ്സര ഡിസേർവിംഗ് ആയിട്ട്, അതായത് കപ്പ് അടിക്കാൻ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാളാണ് അപ്സര. ടോപ്പ് 5 എന്തായാലും വരുമെന്ന് സ്റ്റാർട്ടിങ് മുതലേ ഉറപ്പിച്ച ഒരാളാണ്. പിന്നെ പുറത്തത്തെ സപ്പോർട്ടും കൂടി വേണമല്ലോ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒറ്റയ്ക്കാണ്, എറണാകുളത്ത്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ബിഗ് ഹൗസിൽ ഇത്രയും കാലം നിന്നാലും വളരെ സന്തോഷം. നമുക്കവർക്ക് ഈ പറഞ്ഞതുപോലെ ട്രോഫി ഉണ്ടാവുമെന്ന് നമ്മൾ അതിലെ ഒരുപാട് പ്രതീക്ഷിച്ചു. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. എനിക്ക് വേറെ ഒന്നും പറയാനില്ല, ഇത്രേ പറയാനുള്ളൂ.